വേണ്ടതുപോലെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാമായിരുന്ന വിഷ്ണു ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലകനായ വാമനന്റെ വേഷത്തിൽ മഹാബലി അശ്വമേധ യാഗം നടത്തുന്ന യാഗശാലയിൽ എത്തുമെന്നും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. മഹാരാജാവ് ആ വാർത്തയെ സ്വീകരിച്ച് ആദരിക്കുകയും ആഗമന അന്വേഷണം ആരായുകയും ചെയ്തു. വിഷ്ണു ഭഗവാൻ ഒരു കാലടി കൊണ്ട് ഭൂമിയും മറ്റേ കാലടി കൊണ്ട് ആകാശവും കാണുന്നു. മൂന്നാമത്തെ കാലടി വെക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാണ്: മൂന്നാമത്തെ കാലടി ഞാൻ ഇവിടെ വെക്കുമെന്ന് പറഞ്ഞാലും ഭഗവാനെ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. ഒന്നാമത്തെ കാലടിക്കായി ഞാൻ എന്റെ ശിരസ്സ് നമിച്ചു. ഞാൻ നിന്നെ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചാലും പ്രഭു വർഷത്തിലൊരിക്കൽ വന്ന് കാണാൻ മാത്രം അനുവദിച്ചാൽ മതി. മറ്റൊന്നും നമുക്ക് വേണ്ട. അന്നു തുടങ്ങി എല്ലാ വർഷവും ആദ്യ മാസമായ ചിങ്ങത്തിൽ സ്വന്തം പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തന്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. Para